മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. റായ്ഗഡ്, രത്നഗിരി, കോലാപൂർ, സത്താര എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് മുംബൈയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനാഥ്, വിവരങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന മഴയാണ് മുംബൈയിൽ. ഇപ്പോൾ കുറച്ച് സമയം ഒരു 15 മിനിറ്റോളമായി മഴയ്ക്ക് ഒരല്പം ശമനമെന്ന് പറയാൻ കഴിയും. പക്ഷേ എന്നാൽ പോലും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഇന്നലെ ഇപ്പോൾ രാത്രിയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുംബൈയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. ഇപ്പോൾ കാണാം, രാവിലെ ഗതാഗതമൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലാണ് ഞാനുള്ളത്. ഈ ഹൈവേയിലാകെ വലിയ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി തന്നെ ഈ മേഖലയിലുണ്ട്. കുറച്ച് അങ്ങോട്ട് അന്തേരി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ വാഹനങ്ങൾ തീരെ നീങ്ങാത്ത തരത്തിലുള്ള വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ ഡാമുകളൊക്കെ, മുംബൈയിലെ ഡാമുകൾ പലതും ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള സംഭരണ ശേഷിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഉയർന്ന തിരമാല മുന്നറിയിപ്പുമുണ്ട്. മുംബൈയിൽ ഏതായാലും ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ മുംബൈക്ക് പുറമേയുള്ള രത്നഗിരി, പൂനെ അടക്കമുള്ള ജില്ലകളിലൊക്കെ ഇന്നിപ്പോൾ റെഡ് അലേർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതത് കോർപ്പറേഷനുകൾക്ക് കൃത്യമായ അവലോകനം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുമുണ്ട്. അങ്ങനെ 3 ദിവസമായി തുടരുന്ന മഴ ഇന്നും അതുപോലെ തന്നെ തുടരും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതുകൊണ്ട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്നത് മുംബൈ പോലീസ് ഇപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. SK